നമസ്കാരം. ഒപ്പം യാത്ര ചെയ്ത ഉമ്മ തന്നെ തനിച്ചാക്കി പോയതറിയാതെ 10 വയസ്സുകാരി മസ്നീൻ. വാൽപ്പാറ ദുരന്തത്തിൽ അധികം പരിക്കു പറ്റാതെ മസ്നീൻ രക്ഷപ്പെട്ടെങ്കിലും ഉമ്മ ഷക്കീന മരിച്ചു. എന്നാൽ ഉമ്മയുടെ മരണവിവരം മസ്നീൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. തന്നെ കാണാനെത്തുന്നവരോട് ഉമ്മ അപ്പുറത്തുണ്ട്, ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഡോക്ടർ നോക്കിക്കഴിഞ്ഞാൽ ഉമ്മ എൻ്റെ അടുത്തേക്ക് വരുമെന്നാണ് മസ്നീൻ പറയുന്നത്. മസ്നീൻ അറിഞ്ഞിട്ടില്ല ഉമ്മ അവളെ തനിച്ചാക്കി പോയത്. അപകടത്തിൽ മരിച്ച അധ്യാപിക ഷക്കീനയുടെ മകളാണ് മസ്നീൻ. ബിരിയാണി ഉണ്ടാക്കി കഴിച്ചതും വാൽപ്പാറ ചുറ്റിക്കണ്ടതുമൊക്കെ മസ്നീൻ പറയുന്നുണ്ട്. അതെല്ലാം കേട്ടു നിൽക്കുകയല്ലാതെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആർക്കും സാധിക്കുന്നില്ല. കൂടെയുള്ളവർ മരിച്ചതൊന്നും അവൾക്ക് മനസ്സിലായിട്ടില്ല. വളവ് തിരിയുമ്പോൾ ഡ്രൈവർ ഉറക്കെ നിലവിളിച്ചിരുന്നു. തുടർന്ന് പറക്കുന്നത് പോലെയാണ് തോന്നിയതെന്നും മസ്നീൻ പറഞ്ഞു. പിന്നീട് ബോധം നഷ്ടപ്പെട്ട മസ്നീൻ ഉണരുമ്പോൾ പൊള്ളാച്ചി ആശുപത്രിയിൽ ഡോക്ടർമാർക്ക് നടുവിലായിരുന്നു. അപകടത്തിൽ കാര്യമായി പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടത് മസ്നീൻ മാത്രമാണ്. 9-ാം വളവിൽ ഉണക്കമരത്തിൽ തട്ടി തങ്ങി നിന്ന വാഹനത്തിനുള്ളിലുണ്ടായിരുന്ന മസ്നീനെ പുറത്തെത്തിച്ചത് രക്ഷാപ്രവർത്തനത്തിന് പാഞ്ഞെത്തിയ ടാക്സി ഡ്രൈവർ എസ് വിജയാണ്. വാൽപ്പാറയ്ക്കും പൊള്ളാച്ചിക്കും ഇടയിൽ ചുരം റോഡിൽ 13-ാം ഹെയർപിൻ വളവിൽ നിയന്ത്രണം വിട്ട ടൂറിസ്റ്റ് വാൻ 300 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. 9 മരണം നടന്ന സംഭവത്തിൽ 9 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മലപ്പുറത്തേക്ക് പുറപ്പെട്ടു. മലപ്പുറം പാങ് സ്കൂളിലെ അധ്യാപകർ സഞ്ചരിച്ച വാഹനം വാൽപ്പാറയിൽ വെച്ച് കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഒരു നാടും വിദ്യാലയവും. ഇന്നലെ വൈകുന്നേരം 5:15 ദുരന്തം സംഭവിച്ചത്. 13-ാം വളവിൽ നിന്നും നിയന്ത്രണം വിട്ട വാഹനം 600 അടി താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. മലപ്പുറം പാങ് GLP സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും ഇവരുടെ കുടുംബാംഗങ്ങളായവരുമാണ് അപകടത്തിൽ മരണപ്പെട്ടത്. പാങ് GLP സ്കൂളിലെ പ്രധാന അധ്യാപികയും മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട്. 9 പേരാണ് അപകടത്തിൽ മരിച്ചത്. ഇന്ന് രാവിലെ 8 മണിയോടെ തന്നെ മൃതദേഹങ്ങൾ നാട്ടിലെത്തും. സ്കൂളിൽ പൊതുദർശനമുണ്ടാകും. അപകടത്തെക്കുറിച്ച് വിങ്ങിപ്പൊട്ടിയാണ് സംഭവത്തിന് സാക്ഷിയായി ചാലിയം സ്വദേശി ഹാരിസ് വിവരങ്ങൾ പറഞ്ഞത്. അപകടത്തിന് തൊട്ടു മുൻപ് അധ്യാപക സംഘത്തെ കണ്ടിരുന്നതായും ഹാരിസ് പറഞ്ഞു. 16-ാം വളവിൽ വെച്ച് ഈ സംഘത്തെ കണ്ടു. അവിടെ വെച്ച് അവർ സെൽഫി എടുക്കുകയും ചായ കുടിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ 13-ാം വളവിൽ എത്തിയപ്പോൾ വലിയൊരു ശബ്ദവും കരച്ചിലും കേട്ടു. പോയി നോക്കിയപ്പോൾ വണ്ടി താഴെ കൊക്കയിൽ കിടക്കുകയായിരുന്നു. കൊടും കാടായതിനാൽ അവിടെ റേഞ്ച് കുറവായിരുന്നു. വണ്ടി താഴേക്ക് വീണത് കണ്ടതോടെ കണ്ണു കാണാത്ത അവസ്ഥയിലായിപ്പോയി. പിന്നീട് ഒരു ഫോറസ്റ്ററുടെ ഫോൺ വാങ്ങിയാണ് അപകട വിവരം പുറത്തെത്തിച്ചത്. അപകടം നടന്ന സ്ഥലത്ത് നാട്ടുകാരുമായി ആരുമില്ലായിരുന്നു. KSRTC ബസ്സിലെ യാത്രക്കാരും കണ്ണൂർ പാലക്കാട് ഭാഗങ്ങളിൽ നിന്നുള്ള മറ്റ് യാത്രക്കാരുമാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയത്. ഈ റൂട്ടിലെ 42 വളവുകളിൽ 23 കഴിഞ്ഞാലുള്ള വളവുകൾ അതീവ അപകടകാരികളാണെന്നും ഹാരിസ് ചൂണ്ടിക്കാട്ടുന്നു. വലിയ വാഹനങ്ങൾ കടത്തിവിടാൻ പോലും പ്രയാസമുള്ള ഇത്രയും ഇടുങ്ങിയ റോഡിലൂടെ വലിയ വാഹനങ്ങൾ കടത്തിവിടുന്നത് നിയന്ത്രിക്കണമെന്ന ആവശ്യവും ഹാരിസ് ഉയർത്തുന്നുണ്ട്. പരിക്കേറ്റവരെ ആംബുലൻസുകളിൽ പൊള്ളാച്ചി സർക്കാർ ആശുപത്രിയിലേക്കാണ് ആദ്യം മാറ്റിയത്. എന്തായാലും തമിഴ്നാട് പോലീസും ആരോഗ്യവകുപ്പും സംയുക്തമായാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. എന്തായാലും ഒരു നാടിനെ തന്നെ സങ്കടത്തിലാക്കിക്കൊണ്ട് 9 മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നു. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികളും ഒക്കെ പൂർത്തിയാക്കി 9 മൃതദേഹങ്ങളും മലപ്പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 8 മണിയോടുകൂടി തന്നെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചേരും. ഉച്ചയ്ക്ക് പൊതുദർശനമുണ്ട്. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ.